الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير وأشهد أن لا إله إلا الله وأشهد أن سيدنا ونبينا محمدا رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله إياي أولا وثانيا إياكم بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സൃഷ്ടാവും രക്ഷകനുമായ കാരുണ്യവാനായ റബ്ബ് തമ്പുരാന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരാണ് നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ്. വീണ്ടും അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് ഒരു പുണ്യ ദിവസം ജുമുഅ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഖൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരെ അവൻ നമ്മെ ചേർക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നു പോകുന്ന കുറവുകളും പിഴവുകളുമെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ജുമുഅ എന്ന വാക്ക് തന്നെ ഒത്തുകൂടലാണ്, ഒരുമിച്ച് കൂടലാണ്. ജുമുഅയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റ് നമസ്കാരങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അല്ലാത്ത അവസരങ്ങളാണെങ്കിലും എല്ലാം ഒരുമിച്ച് ചേരുന്നത്, പ്രത്യേക ആവശ്യങ്ങളിൽ താല്പര്യത്തിൽ ഒത്തുകൂടുന്നത് മനുഷ്യർ മാത്രമാണ്. മനുഷ്യന് മാത്രമുള്ള ഒരു കൂട്ടായ്മയുടെ വലിയ ഒരു സന്ദേശവും സ്വഭാവവും സാമൂഹിക ബന്ധങ്ങൾ, കുടുംബവും സമൂഹവും കൂട്ടുകാരും അയൽപക്കവും പോലെയുള്ള പല രീതിയിലുള്ള ബന്ധങ്ങൾ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യും. ജീവിതത്തിൽ സുരക്ഷിത ബോധവും സമാധാനവും നേട്ടങ്ങളെക്കുറിച്ച്, പുരോഗതിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഒക്കെ മനുഷ്യനിലുണ്ടാവാൻ ഈ ബന്ധങ്ങൾ കാരണമാകും. ആ ഒരു രീതിയിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പും മനുഷ്യ സമൂഹത്തിൻ്റെ സംവിധാനവും സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല നിർവഹിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ വചനം വഹുവ അല്ലദീ ഖലഖ മിനൽ മാഇ ബശറ ഫജഅലഹു നസബൻ വസഹറ വകാന റബ്ബുക ഖദീറ. അവൻ സൃഷ്ടാവായ സർവശക്തനായ ഏകനായ നിന്റെ രക്ഷിതാവ് അവനാണ് വെള്ളത്തിൽ നിന്ന്, ദ്രവ്യരൂപത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ മാത്രമല്ല, എല്ലാത്തിനെയും ദ്രവ്യരൂപത്തിലുള്ള ബീജങ്ങളിൽ നിന്നാണ് സൃഷ്ടിച്ചത്. എന്നിട്ടോ മനുഷ്യനെ മാത്രം ഫജഅലഹു നസബൻ വസഹറ, അവനെ രക്തബന്ധവും വിവാഹബന്ധവുമുള്ള വ്യക്തികളാക്കി. മനുഷ്യരിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ബോധവും അതിൻ്റെ പേരിലുള്ള അഭിമാനവും അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളുമെല്ലാം മനുഷ്യരുമാണ്. ഒരു പക്ഷേ എണ്ണത്തിൽ മനുഷ്യരെക്കാൾ കൂടുതൽ ജീവജാലങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ ബന്ധത്തിൻ്റെ പവിത്രത അത് മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്, മനുഷ്യത്വത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് നിസാഇന്റെ തുടക്കം നമുക്കൊക്കെ പരിചയമുള്ള വചനമാണ്. മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിനെ, അവൻ്റെ വിധിവിലക്കുകൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം, കരുതിയിരിക്കണം, പാലിക്കണം. ആരാണ് അവൻ? അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന്, ഒരേ ഒരു തുടക്കത്തിൽ നിന്ന് നിങ്ങളെ എല്ലാവരും സൃഷ്ടിച്ചു. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്. മനുഷ്യോൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ ആദി പിതാവ് അബുൽ ബശർ, ആദമിൽ നിന്നാണ് നിങ്ങളെല്ലാവരും പിറന്നുണ്ടായിട്ടുള്ളത്. ആ മനുഷ്യ വംശത്തിൻ്റെ പരമ്പരയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് ഖലഖ മിൻഹാ സൗജഹ, അങ്ങനെ ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും
പിന്നീട് അങ്ങനെ തന്നെ മതിയായ ആവശ്യമുള്ള ഇണകളെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഇണകളിൽ നിന്ന് അനേകം മക്കളും മരുമക്കളുമായി തലമുറകൾ നീണ്ടുപോരുന്ന മനുഷ്യ വംശത്തെ അല്ലാഹു ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നു, സംവിധാനിച്ചിരിക്കുന്നു. ഈ ഒരു ഒന്നിൽ നിന്നുള്ള തുടക്കം എന്ന ഉന്നതമായ ആ ഒരു ബോധം, ഒരുമയുടെ ഒരു ആശയത്തിലേക്ക് മനുഷ്യനെ എത്തിക്കേണ്ടതുണ്ട്. പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ബന്ധങ്ങളുടെയും എല്ലാം ആശയമാണ് അത് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് റൂമിലെ വചനം, അതുപോലെ തന്നെ മറ്റൊരുപാട് വചനങ്ങളിൽ വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ. എങ്ങനെയാണ് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പും വർധനവും ഉണ്ടായിട്ടുള്ളത്? നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറ്റിയ, നിങ്ങൾക്ക് മതിയായ ഇണകളെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. കല്യാണത്തിൻ്റെ നേരത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല. ഒരുപക്ഷെ നിങ്ങളുടെ അതേ പ്രായത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മുന്നേ നിങ്ങൾക്ക് ആവശ്യമായ മതിയായ ഇണകളെ അല്ലാഹു ജന്മം നൽകുകയും സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്തു. അത് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടത്. എന്നിട്ടോ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ, മക്കളും മക്കളുടെ മക്കളുമായി ആ തലമുറ വർദ്ധിക്കുന്നു. ഒരുപാട് വചനങ്ങൾ ഈ ആശയത്തെ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ബന്ധങ്ങൾ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിലുള്ള ബാധ്യതയെക്കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ വിവാഹത്തെക്കുറിച്ച്, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, കുടുംബ ജീവിതത്തെക്കുറിച്ച് എല്ലാം ഓരോരോ ഘട്ടങ്ങളിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ ധാരാളമായി ഉണർത്തിയത് കാണാൻ സാധിക്കും. പവിത്രമായ ഒരു കുടുംബത്തെ വളർത്തിയെടുക്കുന്ന, മക്കളെ പരിലാളിക്കുന്ന, അങ്ങനെ കുഞ്ഞുനാളിൽ നിന്ന് വളർന്നു വലുതായി എല്ലാത്തിനും മതിയായ, എല്ലാത്തിനും പൂർണ്ണ മനുഷ്യരായി വളർന്നു വരുന്ന പുതിയ തലമുറ, ഈ തലമുറകളെ വാർത്തെടുക്കുന്നതിൻ്റെ ബാധ്യത രക്ഷിതാക്കളിലും ഗുരുനാഥന്മാരിലുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അത് അതാത് സന്ദർഭങ്ങളിൽ, അതാത് അവസരങ്ങളിൽ, ഓരോ കാര്യങ്ങളിലും, ഓരോ നേരത്തും അതിനെക്കുറിച്ച് ബോധവാന്മാരാവുകയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യാൻ മുതിർന്നവർ ബാധ്യസ്ഥരാണ് എന്നാണ് വചനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു കവിതയിലൂടെ അതിൻ്റെ ഗൗരവമായ ആശയം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു കെട്ടിടം നീ പണിതുകൊണ്ടിരിക്കുകയാണ്, എന്നാണ് അതിൻ്റെ പണി പൂർത്തിയാവുക? എപ്പോഴാണ് പൂർണ്ണതയിലെത്തുക? നീ അത് പണിതുണ്ടാക്കുമ്പോഴെല്ലാം മറ്റാരോ അതിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വളർന്നു വരുന്ന മക്കൾ പുതിയ തലമുറയെ നശിപ്പിക്കുന്ന, തകർത്ത് കളയുന്ന ഒരുപാട് അപകടകരമായ അവസ്ഥകൾ സാഹചര്യങ്ങൾ ചുറ്റുപാടുമുണ്ട്. നാൾക്കുനാൾ അതിൻ്റെ ഉദാഹരണങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും. പണ്ടൊന്നും കേൾവി പോലുമില്ലാത്ത മക്കളെ വഴിതെറ്റിക്കുന്ന അനേകം ഫിത്നയുടെ, ശത്രുതയുടെ പൈശാചികമായ ശീലങ്ങളും ശല്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിൽ ആരോ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കെട്ടിടത്തെ നീ പടുത്തുയർത്തിയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് സാഹചര്യങ്ങളെക്കുറിച്ച് അറിയുകയും ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും മക്കളുടെ അവരുടെ സംരക്ഷണത്തെക്കുറിച്ച്, അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, അറിവിനെക്കുറിച്ച്, അവരുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തീർച്ചയായും കാര്യബോധത്തോടുകൂടി ഇടപെടുകയും അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ശക്തമായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ എല്ലാ ബാധ്യതയും ഓർത്തുകൊണ്ട് തന്നെ അതിൽ പുതിയ തലമുറയുടെ സംവിധാനത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന, അതിന് മതിയായ അറിവും കഴിവും ഈമാനുമുള്ള യഥാർത്ഥ മുത്തഖികളായി, വിശ്വാസികളായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله
والصلاة والسلام على رسوله الأمين والعاقبة للمتقين عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി മുത്തഖികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുന്നു. മനുഷ്യ സമൂഹത്തിൻ്റെ ഏതൊരു സമുദായത്തിൻ്റെയും അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ അടിത്തറയായി നമുക്ക് കാണാൻ പറ്റുന്നത് കുടുംബമാണ്. കുടുംബത്തിൻ്റെ കെട്ടുറപ്പിലൂടെയാണ് ഒരു നല്ല സമൂഹത്തിൻ്റെ സംവിധാനം സാധ്യമാകുന്നത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു പ്രസിദ്ധമായ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഇന്നല്ലാഹ ഇദാ അറാദ ബി അഹ്ലി ബൈത്തിൻ ഖൈറ. അല്ലാഹു ഒരു കുടുംബത്തിൽ നന്മയുണ്ടാവണമെന്ന് അല്ലാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ അദ്ഖല അലൈഹിം ദിഫഖ, അവരിൽ കാരുണ്യത്തിൻ്റെ, ലാളിത്യത്തിൻ്റെ, കഠോരമായ ഗൗരവമായ നിലപാടിൽ നിന്ന് മൃദുലമായ സ്വഭാവത്തിലേക്ക്, അവസ്ഥയിലേക്ക് അവരെ നയിക്കും. പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും അങ്ങനെ പരസ്പരം താങ്ങും തണലുമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കുടുംബത്തിൻ്റെ നിലനിൽപ്പ് മുന്നോട്ട് പോവേണ്ടത്. കാരുണ്യം ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളോട്, മക്കളോട്, കൂടെയുള്ള കുടുംബത്തിലെ എല്ലാവരും കാരുണ്യത്തോടു കൂടിയുള്ള സമീപനമാണ് ആവശ്യം എന്ന് ഒരുപാട് വചനങ്ങളിലൂടെ പഠിപ്പിച്ചു. പള്ളിയിൽ വന്ന് ഒന്നും അറിയാത്തൊരു മനുഷ്യൻ ആദ്യമായിട്ട് പള്ളിയിൽ വന്നു മുദ്രിക്കാനുണ്ടായപ്പോൾ പള്ളിയിലൊരു ഭാഗത്ത് പോയി മൂത്രമൊഴിച്ചു. ചരിത്രം നമുക്കൊക്കെ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പവിത്രമായ പ്രവാചകന്റെ പള്ളി, മസ്ജിദുൻ നബവി, ആ പള്ളിയിലെടുത്ത് വന്നിട്ട് മൂത്രമൊഴിക്കുക. സാധുകളെല്ലാവരും കണ്ടു, നന്നായിട്ടാകെ സഹികെട്ട് ഇയാളുടെ പിന്നാലെ ബഹളം വെച്ചു, അടിക്കാനും പിടിക്കാനും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ നോക്കി. അപ്പോൾ അടുത്ത് വന്ന് നോക്കുമ്പോൾ ഇതാണ് കണ്ടത്. എല്ലാവരെയും മാറ്റി നിർത്തി, ഇവിടെ മാറി നിൽക്കും. അയാൾ മൂത്രിച്ച് തീരട്ടെ. എവിടെയാണ്? മസ്ജിദുൻ നബവി. മൂത്രിച്ച് കഴിഞ്ഞപ്പോൾ അടിക്കാൻ വേണ്ടി പോയ സഹാബികളോട് പറഞ്ഞു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ, കഴുകി വൃത്തിയാക്കാനും പള്ളി വൃത്തിയാക്കാനും ഒക്കെ നിർദ്ദേശിച്ചു. പിന്നീട് ആ സഹോദരനോട് പറഞ്ഞു, സഹോദരൻ, ഈ പള്ളി, മസ്ജിദ് എന്നത് അഥവാ സുജൂദ് ചെയ്യുന്ന സ്ഥലം, പ്രാർത്ഥിക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, നിസ്കരിക്കാനൊക്കെ ഇങ്ങനെയുള്ള സംഗതികൾക്ക് പള്ളി പറ്റില്ല എന്ന് ഉപദേശിച്ചു കൊടുത്തു. ആ നേരത്തെ നിമിഷം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിയുക്തരായത്, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം എന്താണ്? ആളുകളെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയാണ്, അകറ്റുകയും വെറുപ്പിക്കുകയുമല്ല. എത്രത്തോളം എന്നാൽ ആ മനുഷ്യൻ പിന്നീട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, പഠിച്ചോനെ, എനിക്കും മുഹമ്മദിനും ഒരു കരുണയില്ല, വേറെ ആർക്കും ഒരു കരുണ കൊടുക്കരുത്, എൻ്റെ അനുഗ്രഹം ഉണ്ടാവരുത്. അനുഭവത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ സൂചിപ്പിക്കുന്നത് കാരുണ്യം, അത് പറയാൻ മാത്രമുള്ളത് ജീവിതത്തിൽ നിറയെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹുവിൻ്റെ വിശേഷണമായി നമ്മൾ എപ്പോഴും പറഞ്ഞു പോകുന്ന, ഓതി പോകുന്നത് റഹ്മാൻ റഹീമോ, അള്ളാഹുവിൻ്റെ മഹത്തായ ആ സവിശേഷതയായ കാരുണ്യത്തിൻ്റെ 100% ഭൂമിയിലേക്ക് എല്ലാ ജീവജാലങ്ങൾക്കുമായി നൽകുന്നത്. അതിൽ 99 ഭാഗവും അള്ളാഹു സൂക്ഷിച്ചിരിക്കുകയാണ്. ശാശ്വതമായ ജീവിതത്തിൽ അവൻ്റെ നല്ലവരായ അടിമകൾക്ക്, സത്യവിശ്വാസികൾ, സൽക്കർമ്മങ്ങൾ ചെയ്തവരുമായ മനുഷ്യർക്ക് വേണ്ടി പിന്നീട് വീതിച്ചു കൊടുക്കുവാൻ, സമ്മാനമായി നൽകാൻ. അപ്പോൾ ആ കിട്ടിയ അനുഗ്രഹം, റഹ്മത്ത്, കാരുണ്യം, അതിൽ നിന്ന് പരസ്പരം പങ്കുവെക്കാൻ, കാണിക്കാനും കൊടുക്കാനും, മനസ്സിൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും സൂക്ഷിച്ചു കൊണ്ടു നടന്നാൽ അത് പ്രകടിപ്പിക്കാനുള്ളതാണ്, പ്രവർത്തിക്കാനുള്ളതാണ്, ജീവിതത്തിൽ കാണിക്കാനുള്ളതാണ്, മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ. കുടുംബത്തിൻ്റെ സംവിധാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട്, ഇമാറാത്തിലെ കുടുംബങ്ങളെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട്
ഇവിടെ ഇന്നത്തെ ജുമാ ഖുതുബയിൽ ഈ വിഷയങ്ങൾ ഉപദേശമായി നൽകാനാണ് പറഞ്ഞത്. വരുന്ന തലമുറ നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പുതിയ തലമുറയിൽ മക്കൾ വഴിതെറ്റി പോകാൻ ഇടയാകരുത്. അവരുടെ ജീവിതം, ഭാവി അസ്വസ്ഥമാകാനും അപകടപ്പെടാനും ഇടയാകരുത്. അക്കാര്യത്തിലുള്ള ഒരുപാട് ഊന്നലുകളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ സൂചിപ്പിക്കാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കുടുംബ ബന്ധത്തെക്കുറിച്ചുള്ള പവിത്രമായ ബോധനങ്ങൾ ഉൾക്കൊള്ളുവാൻ, ബന്ധങ്ങളുടെ പവിത്രത മനസ്സിലാക്കി അത് ജീവിതത്തിൽ എപ്പോഴും ബാധ്യതയായി ഏറ്റെടുത്ത് കൊണ്ടു നടത്തുവാനും അത് നിർവഹിക്കുവാനും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുവാനും നമ്മൾ വന്നു പോകുന്ന എല്ലാ കുറവുകളും പിഴവുകളും റഹ്മാനായ തമ്പുരാൻ കൊടുത്ത് മാപ്പാക്കി തരുവാനും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ, മക്കൾ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗ്ഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാം. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنه يا رب العالمين. اللهم ادم الاستقرار على دولتنا واتم العافيه علينا ووسع لنا في ارزاقنا وبارك لنا يا رب العالمين. اللهم وفق رئيس الدوله وحكام كل الامارات ونوابه وولي عهده لما تحبه وترضى. اللهم ارحم شيخ زايد وشيخ راشد والقادة المؤسسين وادخلهم بفضلك وسيع جنتك يا رب العالمين. واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الاحياء منهم والاموات، انك مجيب الدعوات يا قاضي الحاجات. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم اغثنا، اللهم اغثنا، اللهم اغثنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقم الصلاة.